വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ജനുവരി മാസത്തോടു കൂടി മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നൽകിയ ആത്മവിശ്വാസത്തിൽ വരാനിരിക്കുന്ന നിയമസഭയിൽ 89 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഭരണം ഉറപ്പാണെന്ന വിശ്വാസം ശക്തമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അണിയറയിൽ സജീവമായി കഴിഞ്ഞു. 2021 ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിലുള്ള അതൃപ്തി ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. ഇത്തവണ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ പാർലമെന്ററി പാർട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ്. ഹൈക്കമാൻഡും ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെക്കുന്നതും ഇതേ നിലപാട് തന്നെ. എങ്കിലും ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കരുത്തുറ്റ നേതൃത്വത്തിനായി ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറമുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയണം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരികെ മുന്നണിയിലെത്തിക്കാനുള്ള ചർച്ചകൾക്കും UDF തുടക്കമിട്ടു. എന്നാൽ അങ്ങോട്ട് പോയി ക്ഷണിക്കുന്നതിന് പകരം ആദ്യം അവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന തന്ത്രപരമായ സമീപനമാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. മാണി ഗ്രൂപ്പ് LDF വിടാൻ തയ്യാറാണെന്ന സൂചനകൾ ലഭിച്ചാൽ മാത്രം ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നാൽ മതിയെന്നാണ് മുന്നണിയുടെ തീരുമാനം. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും UDF-ന്റെ ഭാഗമാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാനാണ് ധാരണ. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രചാരണ തന്ത്രങ്ങളിലേക്കും കടക്കുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കില്ല, 100% ഉറപ്പ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. ഇലക്ഷൻ ആകുമ്പോഴേക്കും ഈ അവസ്ഥ മാറുമെന്നും ശബരിമല പ്രശ്നം കോൺഗ്രസിന് എതിരായിട്ട് വരുമെന്നും അതിന്റെ ചില തെളിവുകൾ പുറത്തു വരാൻ തുടങ്ങിയെന്നും കമന്റുകളുണ്ട്. പിന്നെ അധികാര തർക്കം ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് മാറില്ലെന്നും പറയുന്നവരുണ്ട്. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം വരും ദിവസങ്ങളിൽ മുന്നണിയുടെ ഐക്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം.